റിപ്പോർട്ടർ ടിവിയുടെ സംപ്രേഷണ ലൈസൻസ് ദുരുപയോഗം ചെയ്യുന്നുവെന്ന ഹർജിയിൽ കേന്ദ്ര സർക്കാർ 2 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. 2020 പാർട്ടി അധ്യക്ഷനും കിറ്റക്സ് ഗ്രൂപ്പ് MD-യുമായ സാബു എം ജേക്കബ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ നിർദ്ദേശം. ലൈസൻസ് ഉടമകളുടെ സുരക്ഷാ ക്ലിയറൻസ് പിൻവലിച്ചെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കോടതിയിൽ വാക്കാൽ അറിയിച്ചു. റിപ്പോർട്ടർ ചാനലിന്റെ പ്രവർത്തനം ഇൻഡോ ഏഷ്യൻ കമ്പനിയുടെ ലൈസൻസിലാണ്. എന്നാൽ നിലവിലുള്ള ഡയറക്ടർമാർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പേരാണ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ലൈസൻസ് കൈമാറ്റം നടത്തിയ കാര്യം ഇൻഡോ ഏഷ്യൻ കമ്പനിയുടെ ഡയറക്ടറായ MB നികേഷ് കുമാർ കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയത്തെ അറിയിച്ചില്ലെന്നും ഹർജിക്കാരൻ കോടതിയിൽ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ലൈസൻസ് ഉടമകളായ MB നികേഷ് കുമാറിന്റേതടക്കമുള്ളവരുടെ സുരക്ഷാ ക്ലിയറൻസ് പിൻവലിച്ച കാര്യം കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ലൈസൻസ് കൈമാറ്റവുമായി ബന്ധപ്പെട്ട് നികേഷിന് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. ഏപ്രിൽ 2-നകം മറുപടി നൽകണം. മറുപടി പരിഗണിക്കുന്ന കേന്ദ്ര സർക്കാർ ചാനലിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. വ്യാജ വാർത്തകൾ നൽകി അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് സാബു എം ജേക്കബ് ചാനലിനെതിരെ 250 കോടി രൂപയുടെ നഷ്ടപരിഹാര കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.